ബിഗ് ബോസ് മലയാളം സീസൺ 7 വാശിയേറിയ വോട്ടിംഗ് യുദ്ധമൊക്കെ ചെയ്താൽ ഞായറാഴ്ച ദിവസം വൈകുന്നേരത്തോടെ എടുക്കുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഉച്ചയോടെ എടുത്തപ്പോൾ തന്നെ ഓരോ മത്സരാർത്ഥികളും ലക്ഷക്കണക്കിന് വോട്ടുകൾ തന്നെ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. 15 പേരടങ്ങുന്ന ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് ആര് പുറത്തു പോകുന്ന അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് ഓരോ ആരാധകരും. നിർണായകമായിട്ട് മാറുന്ന ഞായറാഴ്ച ഉച്ച വരെയുള്ള 2:30 വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്ക് കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 15 പേരും ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരം തന്നെ കാഴ്ചവെക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കും നൂറയുടെ മുന്നേറ്റമാണ്. അനുമോൾ, അനീഷ് തുടങ്ങിയവരെല്ലാം തന്നെ അട്ടിമുറിച്ചുകൊണ്ട് നൂറ ഇത്ര അധികം വോട്ടുകൾ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടൻ നിൽക്കുകയാണ്. അനീഷേട്ടന് നല്ല വോട്ടുകൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ PR വർക്ക് അനീഷേട്ടനെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. മൂന്നാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് നമ്മുടെ ഷാനവാസിനെയാണ്. ഷാനവാസ്, അനുമോള്, ആതിര തുടങ്ങിയവരെ അട്ടിമറിച്ചിപ്പോഴും മൂന്നാം സ്ഥാനത്ത് സേഫ് സോണിലോട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് അനുമോളെ കാണാൻ സാധിക്കുന്നുണ്ട്. അനുമോൾക്ക് നല്ല രീതിയിലുള്ള ഒട്ടും തീർച്ചകൾ ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ നേരിടുന്നതായിട്ട് കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ നമുക്ക് ഇപ്പോൾ ആതിരനെ കാണാൻ സാധിക്കുന്നത്. ആതിര നൂറ ജോഡികളിൽ നൂറ കത്തിക്കയറുമ്പോൾ ആതിര കുറച്ചധികം ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ആറാം സ്ഥാനത്ത് വാശിയേറിയ പോരാട്ടത്തിലൂടെ ആര്യനെത്തിയിരിക്കുന്ന കാഴ്ച അത്ഭുതകരമായിട്ട് തുടരുകയാണ്. ആര്യന് ഇത്രയധികം വോട്ടുകൾ എവിടെ നിന്ന് വരുന്നെന്ന് പ്രേക്ഷകർ പോലും ചോദിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഏഴാം സ്ഥാനത്ത് ആരെന്ന് പരിശോധിക്കുകയാണ്, അത് ജിസൈലാണ്. ആര്യൻ ജിസൈൽ ജോഡികൾ ഒന്നിച്ചാണ് നിൽക്കുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക രേണുസുധീനെയാണ്. രേണുസുധിക്ക് കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും ഹൗസിൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും വോട്ടിംഗ് കത്തിക്കയറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. 9ാം സ്ഥാനത്ത് വീണ്ടും ഞെട്ടിച്ചിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആരെന്ന് നോക്കിയാൽ അത് അപ്പാനി ശരത്ത് തന്നെയാണ്. അപ്പാനിക്കും വലിയ രീതിയിലുള്ള നെഗറ്റിവിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വോട്ടിംഗ് നല്ല രീതിയിൽ തന്നെ മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ 10ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക റെന ഫാത്തിമയാണ്. റെന ഫാത്തിമയ്ക്ക് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കി മുന്നേറാൻ ഈ ഒരു ഷോയ്ക്കകത്ത് സാധിക്കുന്നുണ്ട്. എന്തൊക്കെയുള്ള വോട്ടുകൾ സ്വന്തമാക്കി മുന്നേറുമ്പോൾ 11ാം സ്ഥാനത്തേക്ക് നേരിയ വോട്ടിംഗ് തകർച്ച നേരിടുന്ന അക്ബറിനെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. അക്ബറിന് നേരിയ തോതിലുള്ള വോട്ടിംഗ് തകർച്ചകളാണ്. 12ാം സ്ഥാനത്ത് ആരെന്ന് നോക്കുകയാണ്, അത് ബിന്നിയാണ്. ബിന്നിയുടെ വോട്ടിംഗ് തകർച്ച വലിയ രീതിയിൽ തന്നെ ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാത്തതുകൊണ്ട് തന്നെ ബിന്നിക്കും വോട്ടിംഗ് തകർച്ചകൾ നേരിട്ട് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരുമെന്ന് നോക്കുമ്പോൾ 13ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 13ാം സ്ഥാനത്ത് അഭിലാഷാണ് തുടരുന്നത്. അഭിക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചകൾ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇനി മുൻപോട്ട് വരാനുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ പുള്ളിക്കും പറയും കിട്ടും. 14ാം സ്ഥാനത്ത് ആരെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒനിയൽ സബുവിനെ തന്നെയാണ്. ഒനിയൽ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ഏറ്റവും കുറവ് വോട്ടുകളുമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയാൻ നിന്നിരുന്ന ഒരു കണ്ടസ്റ്റന്റ്. എങ്കിൽ പോലും സേഫ് ആയിട്ട് മാറിയപ്പോൾ ഈ ആഴ്ച പണി കിട്ടുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. 15ാം സ്ഥാനത്ത് ആരെന്ന് നോക്കിയാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക ശൈത്യനെ തന്നെയാണ്. ശൈത്യക്ക് വലിയ രീതിയിലുള്ള വോട്ടിംഗ് ഉയർച്ചകൾ എന്നതിന് ഇതുവരെ ഒരു മണിക്കൂറിൽ സൃഷ്ടിക്കാൻ സാധിച്ചിട്ട് ഇങ്ങനെ പോകണം ശൈത്യം ബിഗ് ബോസ് ഹൗസിനോട് വിട പറയേണ്ടി വരും. എന്തൊക്കെയാണ് വോട്ടിംഗ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും വോട്ടിംഗ് മാറി മറിയാം. പ്രവചനാതീതമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ലഭിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പൊസിഷൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഓരോ നിമിഷത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഓരോ മത്സരാർത്ഥികൾക്കും മാറ്റങ്ങൾ വരാം പൊസിഷനിൽ. എന്തൊക്കെയാണ് കാത്തിരുന്ന് കാണാം. ഒരു മണിക്കൂർ ആരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ തുടരുന്നു, ആരൊക്കെ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തുക. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.